Dhanesh, thank you all doctors and guests in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ പരമ്പരയുടെ 1467 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ നഷാന്ത് പി, അസിസ്റ്റന്റ് പ്രൊഫസർ, ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, പത്തോളജി വിഭാഗം ഡോക്ടറാണ്. അദ്ദേഹം നമുക്കിന്ന് ക്ലാസ് എടുക്കുന്ന വിഷയം വ്യക്തിത്വ വൈകല്യങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ നേരത്തെ തന്നെ ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുണ്ട്. ഡോക്ടർ നേരത്തെയും ഡോക്ടറുടെ ക്ലാസ് ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെയും ക്ലാസ് എടുത്തിട്ടുള്ള ഡോക്ടറാണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ വളരെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും ഡോക്ടറെ ക്ഷണിക്കുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. കേൾക്കാം. ഹായ് ഓൾ, നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞു വന്നത് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് വ്യക്തിത്വ വൈകല്യങ്ങൾ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ചെറിയൊരു വേർഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ വ്യക്തിത്വ വൈകല്യത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് വന്ന ഒരു ടോപ്പിക് ആയിരുന്നു OCD കുറിച്ചിട്ട് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. OCPD എന്താ, OCD എന്താ എന്നൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. പിന്നെ രണ്ടാമത് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് എങ്ങനെ വരും എന്നൊക്കെ ഉള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ വളരെയധികം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോ ഈ വേദി തന്നെ IFPHന് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യമായിട്ട്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, നമുക്ക് നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ ഓരോ പേഷ്യന്റും ഓരോ അവസ്ഥയിൽ നിന്ന് ഓരോ ബാഗേജ് ആയിട്ടാണ് വരുന്നത്, അല്ലെ? അതായത് ആ ഒരു പേഷ്യന്റ് നമ്മളെ മുന്നിൽ വരുന്ന സമയത്ത് കുറെ വിഷമങ്ങളും കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഒരു സൈക്കോളജിക്കൽ കേസിലാണ് വരുന്നതെങ്കിൽ കൂടിയിട്ട് ചിലപ്പോൾ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമായിരിക്കും, അവർക്കൊരു മെന്റൽ ഡിസീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പം അവർ സൊമാറ്റിക് ഡിസോർഡേഴ്സ്, അതായത് നമുക്ക് ഇവിടെ ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ കേസ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ട്, അവർക്ക് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ. അപ്പൊ അത് മിക്കവാറും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന് അതൊരു സൊമാറ്റിക് ഡിസോർഡർ, ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ പോലെ വന്ന അസുഖങ്ങളായിരിക്കാം അത്. ഓക്കെ, അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ മാത്രമേ നമുക്ക് പേഷ്യൻസിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻസ് എടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള നമുക്കൊരു എന്താ പറയാ, പേഷ്യന്റിനെ ആസ് എ ഹോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് ഒരു നല്ല അവബോധം ഉണ്ടായിരിക്കണം. അപ്പോ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. സ്ലൈഡ് കാണാവോ? ഹലോ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? യെസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇത് ക്ലസ്റ്റർ എ, പാരനോയിഡ് പേഴ്സണാലിറ്റി, സ്കിസോയിഡ് പേഴ്സണാലിറ്റി, സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി. ഓക്കെ, ക്ലസ്റ്റർ ബിനകത്ത് നമ്മൾ പറഞ്ഞതാണ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. എന്ത് മാഡം? ഒന്നുമില്ല, പറഞ്ഞോളൂ. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി, ബോർഡർലൈൻ പേഴ്സണാലിറ്റി, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. ഇതൊക്കെ ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 45 മിനിറ്റ്സിന്റെ ഒരു വലിയൊരു സെക്ഷൻ എടുത്തതാണ്. ഓക്കെ, ഇതൊരു ആസ് എ എന്താ പറയാ, ഒരു റിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഒരു റിവിഷൻ എന്നുള്ള നിനക്ക് മാത്രമാണ് ഞാനിത് വീണ്ടും പറയുന്നത്. ക്ലസ്റ്റർ സീനകത്ത് വരുന്നതാണ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ,
ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെ കഴിഞ്ഞ കാലം, കുറച്ച് മുന്നത്തെ കാലം ഇപ്പോഴത്തെ കാലം വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ട് കൂടുതൽ ഒരു എന്താ പറയാ അറിവോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു അവബോധമോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ സ്കൂളിൽ കൗൺസിലേഴ്സ് ഉണ്ട്, ആണോ? പിന്നെ അതേപോലെ തന്നെ എല്ലാവരും കുറച്ചും കൂടി സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. പണ്ട് മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഹോമിയോപ്പതിക്കാർ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും, അതായത് ഈവൻ ഓരോ വീട്ടിലും ഓരോരുത്തരും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പം ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു കാര്യം ഒരു ജനറ്റിക് കോസ് ആവാം. ഓക്കെ, ചില സമയത്ത് ഒരു ജനറ്റിക് ഒരു ഫാമിലിയില് എല്ലാവരും ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയിൽ വരാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവിയോൺമെന്റൽ കോസ് ആകാം. ഓക്കെ, അതായത് ഇവർ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് ആ ഒരു സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദം കാരണം എല്ലാ കുട്ടികളിലും അല്ലെങ്കിൽ എല്ലാവരിലും ഒരു പ്രത്യേക തരം പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് ശരിക്കും ഈ ട്രോമ എന്ന് പറയും. ഓക്കെ, ഈ ഈ ഈ ഓരോ മുറിവുകൾ, ഓക്കെ, നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുന്ന ഓരോ മുറിവുകൾ, അത് ഓരോ കുട്ടിക്കും ഓരോരുത്തരും ഓരോ പോലെ ആയിരിക്കും. ഈ ഓരോ ട്രോമായും ഓരോ രൂപത്തിലായിരിക്കും അവരെ എഫക്ട് ചെയ്യുന്നതും. ഓക്കെ, ഇപ്പം നമ്മളൊരു 10 കുട്ടികളുണ്ട്. ഓരോ 10 കുട്ടികളിലും നമ്മളൊരു ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ നെഗ്ലക്റ്റ്. ഓക്കെ, ഈ ഒരു ഫിസിക്കൽ നെഗ്ലക്റ്റ്, അതായത് അവര് നമ്മുടെ കെയർ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ, അതിലൂടെ നമ്മൾ കടത്തി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോ 10 കുട്ടികളും ഓരോ രൂപത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഇന്നതിന് പറയാൻ പറ്റുമെന്ന്. അപ്പൊ ശരിക്കും അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ഏതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഈ ട്രോമാസ് നമുക്ക് നോക്കാം. അതിന്റെ ഒരു എന്തുകൊണ്ട് നമ്മൾ ആ ട്രോമാസിനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും നമ്മളൊരു മെന്റൽ ജനറൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് എടുക്കും. ആ കേസ് എടുക്കുന്ന സമയത്ത് എന്റെ ഒരു ഒപ്പീനിയനകത്ത് എപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് എന്തൊക്കെ ട്രോമയാണുള്ളത് എന്ന് നോക്കുന്നതായിരിക്കും. ചില സമയത്ത് നമ്മൾ ഡയറക്ട്ലി ചോദിക്കേണ്ടി വരും ഇത്ര പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം മനസ്സിലാവണം ഇതിനകത്ത് എന്താ പറയാ അബ്യൂസ് അല്ലെ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. അതൊരു മേ ബി ഒരു ഫിസിക്കൽ അബ്യൂസ് ആവാം, ഒരു സെക്ഷൽ അബ്യൂസ് ആവാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അബ്യൂസ് ആവാം. ഇപ്പം നമ്മൾ ഒരാളെ എന്താണ് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥ. പിന്നെ നെഗ്ലക്റ്റ്. ഇപ്പൊ പാരന്റ്സ് ഒക്കെ ചിലപ്പം എന്താ പറയാ വല്ലാതെ അങ്ങോട്ട് ഒഴിവാക്കി കളയും കുട്ടികളെ. ഓക്കെ, എല്ലാരും അല്ല പറയുന്നത്, ചില സ്ഥലത്തൊക്കെ നടക്കുന്നതാണ്. കാരണം അവരുടെ അവസ്ഥ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അവർക്ക് പിന്നെ വർക്കിംഗ് മദേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്കിംഗ് ഫാദേഴ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഒരു ഇമോഷണൽ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതായത് ഒരു വൈകാരികത, ഞാൻ ഈ ഒരു വീട്ടില് സേഫ് ആണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല, എന്ത് വന്നാലും എന്റെ ഉമ്മ ഉണ്ടാവും എന്റെ കൂടെ, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് ഉണ്ടാവും, എന്റെ ഉപ്പ ഉണ്ടാവും കൂടെ, അല്ലെങ്കിൽ എന്റെ ഫാദർ ഉണ്ടാവും, മദർ ഉണ്ടാവും. അതൊക്കെ ഒരു കുട്ടിയുടെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഫിസിക്കൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ നെഗ്ലിജൻസ്, ഇതെല്ലാം ഈ കുട്ടികളെ കുറെ കാലങ്ങളായിട്ട് ശേഷം ബാധിക്കും. പക്ഷെ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് എപ്പോഴും ഇവരൊരു അഡോളസെന്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അഡോളസെന്റ് അഡൾട്ട് ലൈഫിലാണ് അത് എക്സ്പ്രസ് ആകുള്ളൂ. ചെറിയ കുട്ടികളിനകത്ത് തന്നെ ഇപ്പൊ ഇന്ന് നമുക്കൊരു ഫിസിക്കൽ ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ ഒരിക്കലും അത് നമുക്കൊരു ഡിസീസ് ആയിട്ട് വരത്തില്ല. ഓക്കെ, പിന്നെ അടുത്തതാണ് വയലൻസ് അല്ലെ. വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇപ്പൊ ഒരു ഫാമിലിയിലുള്ള അറ്റ്മോസ്ഫിയർ, ഇപ്പൊ അച്ഛനും അമ്മയും ഭയങ്കര ജഗടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അവർ പിള്ളേരെ മുന്നിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ചീത്ത ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു തമ്മിലുള്ള ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. പക്ഷെ ഹസ്ബൻഡിന് എപ്പോഴും ഭാര്യ ഭയങ്കര പ്രിയപ്പെട്ടതും ഭാര്യയ്ക്ക് എപ്പോഴും ഹസ്ബൻഡ് പ്രിയപ്പെട്ടതായിരിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നം കഴിയുമ്പം അവര് രണ്ടുപേരും തമ്മിൽ പാച്ചപ്പ് ആവും. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഉള്ളില് അതൊരു വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട്, ഒരു വലിയ ഒരു പ്രോബ്ലം ആയിട്ട് അത് ലേറ്റർ ലൈഫിൽ വരും. ഓക്കെ, ഇതൊക്കെ നമുക്കിപ്പോ ഇവിടെ ക്ലിനിക്കിനകത്ത് കുറെ കേസ് സ്റ്റഡീസ് വരും. അപ്പൊ ഈ കേസ് സ്റ്റഡീസിനകത്തൊക്കെ
നമ്മൾ ഈ ഒരു ഹിസ്റ്ററി എപ്പോഴും എടുക്കും. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നതെന്ന്. ആ ഹിസ്റ്ററി ടേക്കിങ്ങിനകത്ത് നമുക്ക് ഈ ഓരോ റീസൺസ്, ഇപ്പൊ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രോബ്ലംസ്, അച്ഛൻ ഭയങ്കര മദ്യപാനിയായിരുന്നു, അമ്മനെ വന്നിട്ട് അടിക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്ന ഒരു കേസായിരുന്നു. പക്ഷെ ഈ കുട്ടിക്ക് അതിന്റെ അച്ഛനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പം അവിടെയുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ്. പിന്നെ അത് എൻഡ് അപ്പ് ചെയ്തത് ഈ കുട്ടിക്ക് 24 വയസ്സായ ശേഷം, ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച ശേഷം ആ കുട്ടിക്ക് ഡിപ്രഷൻ വന്ന് ആ കുട്ടി അമ്മയോട് ഭയങ്കരമായിട്ട്, അമ്മയാണ് ആ കുട്ടീനെ ഫുൾ പ്രൊട്ടക്ട് ചെയ്തത്, പക്ഷെ പുറത്തേക്ക് വന്നത് ഈ ഒരു രൂപത്തിലാണ്. പിന്നെ സെക്ഷൽ അബ്യൂസ് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ ഈ ഒരു കാര്യം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലേഴ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ഡിസാസ്റ്റർ, ഇപ്പൊ നമുക്കറിയാം വയനാട് ഒരു ഡിസാസ്റ്റർ നടന്നു അല്ലെ. അപ്പൊ അതിനകത്ത് കുറെ സ്വത്ത് പോകും, അതേപോലെ തന്നെ നമ്മുടെ ജോലി, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്കൊരു നഷ്ടങ്ങളാണ്. അപ്പൊ ഇത് ലേറ്റർ അവരെ എങ്ങനെ ബാധിക്കും? ഫസ്റ്റ് അവരെ മെന്റൽ ഹെൽത്തിനായിരിക്കും ബാധിക്കുക. അപ്പൊ അത് മിക്കവാറും ചില ആളുകളിനകത്ത് കുറച്ച് മൈൽഡ് ആയിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് കാണും. ചില ആളുകളിനകത്ത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഒരു പോസ്റ്റ് സ്ട്രെസ് ട്രോമാറ്റിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും വരാം. ഓക്കെ, പിന്നെ ലോസ്, ഇപ്പം അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആയി, ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് എൻഡപ്പ് ചെയ്യാം അല്ലെ. ഇപ്പം ഈ ഒരു ലോസ് എന്ന് പറയുന്ന ഒന്നിടപെട്ടു. ആ ഈ സ്ലൈഡ് ഒന്ന് എല്ലാവരും ചെയ്ത് വെക്കാമോ? ആ ആ, ഇപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഓൾറെഡി ഒരു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിവോഴ്സ് നടന്നു. അപ്പൊ നമുക്ക് അവിടെ എന്താണ്, എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് ട്രസ്റ്റ് നമുക്ക് അവിടെ ലോസ് ആവും ഒരു ഫ്യൂച്ചറിനകത്ത്. അതേപോലെ തന്നെ ഇപ്പൊ പാരന്റ്സ്, പെട്ടെന്നുള്ള ഒരു പാരന്റ്സിന്റെ മരണം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ മിക്കവാറും വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു പുതിയ റിലേഷൻസിനെ അവരുടെ ലൈഫിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര ഡൗട്ട് ആയിരിക്കും. ഭയങ്കര ഒരു എന്താ പറയാ, അവര് ഭയങ്കര ഒരു സംശയം ഉള്ള പോലെ പെരുമാറും. പിന്നെ വരുന്നതാണ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണം അല്ലെ. നമ്മൾ ചില സമയത്ത് ഇപ്പൊ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കുടുംബക്കാരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വേറെ വർക്ക് അറ്റ്മോസ്ഫിയറിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻഡപ്പ് ചെയ്യുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ആക്സിഡന്റ്, ഒരു ഷോക്ക് അല്ലെ, നമ്മളെപ്പോഴും പറയില്ലേ പോസ്റ്റ് സ്ട്രെസ് ട്രോമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. പിന്നെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ വിവേചനം, ഓരോ കുട്ടിക്കും ഓരോ കാരണങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ആസ് എ ഹോമിയോപ്പത്ത് അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓരോരുത്തരിലും ഉള്ള ഈ ഒരു പറയപ്പെടുന്ന ഏത് രൂപത്തിലുള്ള എന്താ ട്രോമയാണ് ഇവർക്കുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കേസ് ടേക്കിങ്ങിന്റെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ട്രോമനെ പറ്റി ഒരു ഡിസ്കഷൻ വന്നത് കൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്ലാസ്സിലേക്ക് ഇത് നീട്ടിവെച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OCD. ഓക്കെ, OCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല. OCDയുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത് OCPD ആണ്. ഓക്കെ, OCPD എന്ന് പറയുമ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. OCD എന്ന് പറയുമ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഓക്കെ, ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മെന്റൽ ഇൽനെസ് ആണ്, അതൊരു ആങ്സൈറ്റി ഡിസോർഡർ ആണ്. ഓക്കെ, ഒരു ഉത്കണ്ഠ അസുഖം. ഓക്കെ, ആങ്സൈറ്റിയുടെ മലയാളം ഉത്കണ്ഠ. അപ്പൊ ഒരു ഉത്കണ്ഠയുള്ള ഒരു അസുഖത്തിനെയാണ് എന്താ പറയുന്നത്, നമ്മൾക്ക് OCD എന്ന് പറയുന്നത്. OCD നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ എന്തായിരിക്കും അറിയാം. നമ്മൾ പറയും, പേഷ്യൻസ് വന്നിട്ട് തന്നെ പറയും, കൈ കഴുകിക്കൊണ്ടേയിരിക്കാണ് ഡോക്ടറെ അല്ലെ. അല്ലെങ്കിൽ പറയും, ഞാൻ ഓൾറെഡി ഡോർ അടച്ചിട്ടുണ്ടാവും, പിന്നെ വീണ്ടും വീണ്ടും പോയിട്ട് ഞാൻ വീണ്ടും ചെക്ക് ചെയ്യും അത് ഡോർ അടച്ചിട്ടുണ്ടോ. അല്ലെങ്കിൽ ഇപ്പം വീട്ടമ്മമാരാണെങ്കിൽ, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടോ, മുകളിൽ ഓഫ് ചെയ്തിട്ടുണ്ടോ, ഓവൻ അടച്ചിട്ടുണ്ടോ, ഓവൻ തുറന്നിട്ടുണ്ടോ അല്ലെ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിന്റെ അതാണ് ശരിക്കും OCDനകത്തുള്ള ഒരു പ്രസന്റേഷൻ. ഓക്കെ, അപ്പൊ ഒരു സംഭവം ഒരു പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തു, നമ്മൾ ഓൾറെഡി വന്നിട്ട് കിടന്നിട്ട് നമുക്ക് തോന്നുകയാണ് ഡോർ അടച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ,
അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനകത്ത് നമ്മൾ ഒന്നും കൂടെ പോയിട്ട് ഡോറ് അടച്ചിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണതിന് നമുക്ക് ഒരിക്കലും OCD എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ നമ്മൾ മനുഷ്യന്മാരാണ്, ഓഫ് കോഴ്സ് നമുക്ക് മേ ബി നമ്മൾ ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഒരേ സാധനം തന്നെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ആസക്തി, അതായത് അത് ആ ചെക്ക് ചെയ്യാനുള്ള ഒരു ഒബ്സഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആസക്തി. ഓക്കെ, ആ ഒരു ഒബ്സഷൻ പേഷ്യന്റിലുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ അതിന് ആ ഒരു ആസക്തി അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ആ പേഷ്യന്റിനെ നീ പോയി നോക്ക് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ നമ്മളോട് പറയുന്ന രൂപത്തിലാകും. അപ്പൊ ആ പേഷ്യന്റ് പോയി നോക്കും. അങ്ങനെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് എൻ ആങ്സൈറ്റി ഡിസോർഡർ. അതൊരു ഉത്കണ്ഠ രോഗമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, അതിനകത്ത് 2 കമ്പോണൻസ് ആണുള്ളത്, അതായത് 2 പാർട്ടാണുള്ളത്. ഒന്ന് ഒരു ഒബ്സഷൻ, അതായത് ഒരു ആസക്തി. ഓക്കെ, രണ്ടാമത്തേത് കമ്പൽഷൻ, ഒരു നിർബന്ധിപ്പിക്കുക, ഒരു നിർബന്ധകരമായിട്ടുള്ള ചിന്താഗതി, അത് ചെയ്യുന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം ഈ OCD ഉള്ള പേഷ്യൻസിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ തലച്ചോറിനകത്ത് എപ്പോഴും ഇവർക്ക് ഒഴിവാക്കേണ്ടി വരും ഈ ചിന്തകളൊക്കെ, പക്ഷെ അവർക്ക് അത് ഒഴിവാക്കാൻ കഴിയൂല. ആവശ്യമില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചിന്താഗതികൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ആക്ച്വലി OCDന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പോയിന്റ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ OCD വരുന്നത് എന്നുള്ളത് നമുക്ക് എപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിലും എപ്പോഴും ഇതിന്റെ ഒരു ബേസിൽ അവർക്ക് ഒരു ആങ്സൈറ്റി ആയിരിക്കും ഉണ്ടാവുക. അതായത് അത് ശരിയാവോ, ഇത് ശരിയാവോ, അല്ലെങ്കിൽ ഒരു പേടി. ഓക്കെ, മെയിൻ ആയിട്ട് 2 കാരണമാണ് OCDയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കഥയായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് പറയുന്നത്, ഒക്കെ റീസൺ ആയിട്ട് പറയുന്നത്. അത് ഒരെണ്ണം ഫിയർ, രണ്ടാമത്തത് ആങ്സൈറ്റി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ OCD ഉള്ള പേഷ്യൻസിനകത്ത് മിക്കവാറും അവർക്ക് തോന്നുന്ന കുറച്ച് ഫീലിങ്സ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവര് വിചാരിക്കും എന്റെ വീട് സുരക്ഷിതമല്ല. ചില പേഷ്യൻസിന്റെ ഉള്ളിന്റെ ഒരു ഇന്നർ ഫീലിംഗ് അതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന സ്ഥലം അതെനിക്ക് പറ്റൂല, അതെനിക്ക് സേഫ് അല്ല, അതെനിക്ക് സുരക്ഷിതമല്ല. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പം അത് നമ്മള് പേഷ്യന്റിനെ നമുക്ക് കാണുന്നത് അതൊരിക്കലും ആ ഒരു സുരക്ഷിതമല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കൂല. ചിലപ്പോ അതവര് കൂടുതലായിട്ട് ചെക്കിങ്, അതായത് ഇപ്പം ഈ ഒരു വീട്ടിൽ എനിക്ക് സുരക്ഷിതമല്ല, അപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും എന്നെ വന്നിട്ട് അറ്റാക്ക് ചെയ്യോ. പക്ഷെ അത് പിന്നെ ഒരു പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് ഡോറ് ലോക്ക് ആണോ അൺലോക്ക് ആണോ ചെക്ക് ചെയ്യായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ ഇപ്പം അസുഖത്തിനോടുള്ള ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ ആ സമയത്ത് ഈ പേഷ്യന്റിൽ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹാൻഡ് വാഷ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ബേസ് എന്താണ് ശരിക്കും? ഒന്നെങ്കിൽ ഒരു പേടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ആയിരിക്കും, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ആയിരിക്കും അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പേടിയും ആൻസൈറ്റിയും കാരണം ഇവരെ ഒരു തോട്ട് വന്നിട്ട്, ഒരു ചിന്ത വന്നിട്ട് അവരെ ഒബ്സസ് ചെയ്ത് പിന്നെ കമ്പൽഷൻ നടക്കും. അങ്ങനെയാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്, അല്ലെ? അപ്പം ഈ ഒരു പ്രശ്നം കൊണ്ട് എന്താന്ന് വെച്ചാല് ഇവർ ഭയങ്കരമായിട്ട് ഊഹിക്കും, ഇത് അങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, എന്നിട്ട് അതൊരു അവരെ ദൈനംദിന ജീവിതത്തിനെ തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ശരിക്കും ഒരു 100 പേരെ എടുത്തു എന്ന് വിചാരിച്ചോളൂ, അതിനകത്തൊരു 3 പേര് എപ്പോഴും ഒരു OCD-കാരായിരിക്കും. അതായത് ഒരു OCDയുടെ പ്രിവലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി 3% ആണ് പറയുന്നത്. അപ്പം OCD നമുക്ക് എപ്പോഴും OCD ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കൗമാര പ്രായത്തിൽ തന്നെ അതിന്റെ സിംറ്റംസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരിക്കലും ഒരു അഡൾട്ട് ലൈഫില് ആയിരിക്കില്ല അതിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. ഈ ഒരു പോയിന്റ് OCDയും OCPD എന്ന് പറഞ്ഞാല് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം ഇത് രണ്ടും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നേരത്തെ തുടങ്ങുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ OCD ആണ്. കുറച്ച് ലേറ്റ് ആയിട്ട് ഏതാ തുടങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ OCPD ആണ്. അത് ഞാൻ ക്ലാസ്സിന്റെ ലാസ്റ്റിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ OCD-നകത്ത് തന്നെ കുറെ OCD-കളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഒരു OCD ആണ് ഹാം OCD എന്ന് പറയും. ഓക്കെ, ഹാം OCD. ഈ ഹാം OCD-നകത്ത് അതായത് ഒരു 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 എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്നെ ആരോ എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ബേസ് ആയിരിക്കും അതിന്റെ അടുത്തുണ്ടാവുക. ഈ ഹാം OCD-യിൽ വരുന്നതാണ് എന്ത്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് വൃത്തിയാക്കൽ പരിപാടി. ഓക്കെ, അതായത് ക്ലീനിങ്. അപ്പൊ ക്ലീനിങ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ബേസ് എന്താന്ന് വെച്ചാല്
ഇത് കണ്ടാമിനേറ്റഡ് ആവോ, ഇത് ജേം ഉണ്ടോ ഇവിടെ ഈ ഒരു പിന്നെ എന്താ പറയാ വൈറസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ, അപ്പൊ അത് വന്നിട്ട് എനിക്ക് അസുഖം വരൂലേ, എനിക്കതിനൊരു ബുദ്ധിമുട്ടാകൂലേ, അപ്പം എനിക്കതൊരു പ്രശ്നമാകൂലേ, ഇങ്ങനത്തെ തരത്തിലുള്ള ചിന്തകൾ കാരണം അപ്പൊ ഇവർക്ക് അതിനെ മറികടക്കണം. അതിന് എക്സ്പ്രസ് ആവാൻ എങ്ങനെ, കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് എന്താണ് കൈ കഴുകും, ഓക്കെ, അല്ലെങ്കിൽ അവരിയ്ക്കുന്ന ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് വൃത്തിയാക്കും. ഇപ്പം ബെഡ്ഷീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചുളിവ് പോലും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി പിന്നെ എന്താ പറയാ പൊടിയുണ്ടോ അല്ലെങ്കിൽ കേർട്ടൻ, ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്ലീനിങ് പരിപാടിയിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു OCD കാരെയാണ് നമ്മൾ ഹാം OCD എന്ന് പറയാം. ഓക്കെ, ഹാം OCD. ഈ ഹാം OCD നമുക്ക് എക്സ്പ്രസ് ആവുന്നത് പേഷ്യൻസിനെ കാണുന്നത് എപ്പോഴും എന്താ പറയാ വൃത്തിയാക്കൽ, ക്ലീനിങ്ങിലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഒരു ഒബ്സഷൻ വരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു പേടി വരുന്നത് എപ്പോഴും ഒരു കണ്ടാമിനേഷനും ഒരു ജേംസിനും ഒക്കെ ആയിട്ടുള്ള പേടികളായിരിക്കും വരുന്നത്. പിന്നെ രണ്ടാമത്തെ OCD എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞു ഏത് സിമെട്രി OCD എന്ന് പറഞ്ഞു. ഈ സിമെട്രി OCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരു പാറ്റേണിൽ വേണം, ഒരു അറേഞ്ച്മെന്റിൽ വേണം. അതായത് അവരിപ്പം അവരുടെ അലമാര വൃത്തിയാക്കാണ്, അപ്പൊ അതിനകത്തൊക്കെ അവർക്ക് ഒരു നല്ലൊരു സിമെട്രി, അല്ലെങ്കിൽ അവരൊരു കാര്യം പ്ലാൻ ചെയ്യാണ്, അല്ലെങ്കിൽ അവരൊരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ആസൂത്രണം ചെയ്യാണ്. ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സിമെട്രി ഉള്ള ഒരു അറേഞ്ച്മെന്റ് ഉള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വേണം അവർക്ക് ചെയ്യാനും വേണ്ടിയിട്ട്, ഒരു ഓർഡർ വേണം അതിനകത്ത്. ഓക്കെ, അപ്പം ഈ ഓർഡർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി വരും, ഭയങ്കര ഡിസ്കംഫേർട്ട് വരും. ഓക്കെ, അപ്പം ഇവരെ ഒരു പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും, എപ്പോഴും ഇവർ പ്ലാനിങ് ആയിരിക്കും, ഇവർ ഭയങ്കര കട്ട പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു വെറൈറ്റിയാണ് എന്ത്, സൊമാറ്റിക് OCD എന്ന് പറയും. ഓക്കെ, ഈ സൊമാറ്റിക് OCDനകത്ത് വരുന്നുണ്ടെങ്കിൽ ഓരോ പിന്നെ ഫിസിക്കൽ സിംറ്റംസിന് ഇപ്പൊ എനിക്ക് ഇവിടെ തലവേദന ആകുന്നു, അല്ലെങ്കിൽ ഇവിടെ കൈവേദന ആകുന്നു, കാലുവേദന ആകുന്നു, അങ്ങനത്തെ ഒരു ചിന്താഗതികൾ വരും. എന്നിട്ട് പിന്നെ ഈ ഒരു ചെറിയൊരു സിംറ്റം ഇത് വലിയൊരു സിംറ്റം ആണോ, നമ്മളെ ഹൈപ്പോകോൺട്രിയാക് എന്നൊക്കെ പറയില്ലേ നമ്മുടെ മെഡിസിനകത്ത്. എന്നിട്ട് ആ ഒരു സാധനത്തിന് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ പോയി അങ്ങനത്തെ അതൊരു ഫർദർ പോകുന്നതിനാണ് ശരിക്കും സൊമാറ്റിക് OCD എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ ഒരു OCD ആണ് എന്താണ് OCD ടു ചെക്ക് എന്ന് പറയും. ഓക്കെ, OCD ടു ചെക്ക്. അവര് ഈ ലോക്ക് ചെയ്തിട്ടുണ്ടോ അൺലോക്ക് ചെയ്തിട്ടുണ്ടോ, അവരുടെ ഒരു ബേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സേഫ് അല്ല, ഞാൻ ഒരു സേഫ് പ്ലേസിലല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ്റ്റി വേണം. ഇതായിരിക്കും അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള അവരുടെ അണ്ടർലൈൻ ആയിട്ടുള്ള ഒരു ഫിയർ. ഓക്കെ, അപ്പോ ഈ നാലെണ്ണം ഈ OCDയുടെ ഒരു വണ്ണമത്തെ ഒരു എന്താ പറയുക ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഹാം OCD, സിമെട്രി OCDക്കാർക്ക് എല്ലാം ഒരു എന്താ പറയാ ഒരു സിമെട്രിക്കൽ ആയിട്ട് ഒരു ഭയങ്കര ഒരു അറേഞ്ച്മെന്റില് ഒരു നല്ല ഒരു ഓർഡർ ആയിട്ട് വേണ്ടി വരും കാര്യങ്ങളെല്ലാം. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള വേറെ കുറച്ച് ടൈപ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് ആർക്കറിയാം ഇപ്പൊ കണ്ടാമിനേഷന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് അവർ പോയി കണ്ട് ക്ലീൻ ചെയ്യും അല്ലെ, അപ്പൊ അതിന് നമ്മൾ എന്താ പറയുക ഹാം OCD. ഈ ഹാം OCDനകത്ത് ഇവിടെ എന്താ പറയാ എക്സ്ട്രാ ഒരു പിക്ചറും കൂടെ ഉണ്ട്. ഓക്കെ, പെർഫെക്ഷനിസം OCDയുടെ ഒരു എന്താ ടൈപ്പാണ്. ഓക്കെ, എല്ലാം വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് വേണം എന്നുള്ളത്. അത് ആക്ച്വലി നമുക്ക് ഒരു സിമെട്രിക് OCDന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ചെക്കിങ് ഞാൻ പറഞ്ഞില്ലേ OCD ടു ചെക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിനകത്ത് ഇവർ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും പോയിട്ട് റീചെക്ക്, ട്രിപ്പിൾ ചെക്ക്, ക്വാഡ്രപ്പിൾ ചെക്ക് ചെയ്യുന്നതിനാണ് ചെക്കിങ് മെയിൻ ആയിട്ട് വരുന്നത്. ചില സമയത്ത് സൂപ്പർസ്റ്റീഷ്യസ്, അതായത് ഇപ്പം എന്താ പറയാ ഈ പിക്ചറിൽ തന്നെ കാണുന്നുണ്ട്, അത് സ്വിച്ച് ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവുമോ, എന്തെങ്കിലും പേടി ഉണ്ടാവുമോ, അങ്ങനത്തെ ഒക്കെ രൂപത്തിൽ. പിന്നെ ഈ റിലീജിയസ് ഓർ മോറൽ OCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റിച്വൽസ്, ഇപ്പൊ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് കുറെ, ഓരോ മതസ്ഥർക്കും ഓരോ പ്രാർത്ഥനകൾ ഉണ്ടാവും. അപ്പം ഈ OCD ഉള്ള ആളുകൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എപ്പോഴും ഇവര് തോന്നും ഞാനിപ്പോ ചിന്തിക്കുന്നത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ്, ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ്, അപ്പം എനിക്കത് മാറ്റണം. അപ്പൊ അവരതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കറിയുന്ന അവരെ മതത്തിലുള്ള കുറെ പ്രാർത്ഥനകൾ ഒക്കെ ഇങ്ങനെ എന്താ പറയാ റിച്വൽസ് ആയിട്ട് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം അവരുടെ ഒരു തോന്നലാണ് എന്ത്, ഈ ഒരു ബാഡ് തോട്ട്സിനെ ഞാൻ ഗുഡ് തോട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് അവരുടെ ഒരു എന്താ പറയാ ഒരു ഓവർകമ്മിങ് പിക്ചർ ആയിട്ട് നമുക്ക് വരാം. ചില സമയത്ത് പിന്നെ സെക്ഷൽ ഓറിയന്റേഷൻ കൂടുതലായിട്ട് സെക്ഷൽ തോട്ട്സിനകത്ത്, അതായത് ഒരു OCD
ഓക്കെ. പിന്നെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ സംശയങ്ങൾ, അതിനകത്ത് തോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഡിക്റ്റഡ് എന്ന് പറയൂലേ, ഇതൊക്കെ OCDയുടെ പല പിക്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്ത് OCD ടു ചെക്ക് OCD, ഹാം OCD, ദാറ്റ് ഈസ് കണ്ടാമിനേഷൻ. ഈ ഹോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഇവിടെ കണ്ടോ നമ്മള്, HOARD. ചില OCD പേഷ്യൻസിനകത്ത് ഹോർഡിംഗ് ഉണ്ടാവും. ഹോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാല് അവരെല്ലാ സാധനങ്ങളും എടുത്തു വെക്കും. അതായത് അവർ പഴയ സാധനങ്ങളൊന്നും കളയില്ല, എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് വെക്കും. ഈ ഹോർഡിംഗ് എപ്പോഴും ഉണ്ടാവുക എങ്ങനെ വെച്ചാല്, ഇപ്പം ഹോർഡിംഗ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ചിലപ്പം ഒരു നഷ്ടം അവർക്ക് മേ ബി അവരെ പാസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ നഷ്ടം എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നഷ്ടമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പാരന്റ്സിനെ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അവരെ ലൈഫ് പാർട്ണറെ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് തന്നെ അത് ബ്രേക്ക് ആയി പോയി, അങ്ങനത്തെ ആളുകളിലായിരിക്കും പിന്നെ അതൊരു ഹോർഡിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വരല്. ഓക്കെ. പിന്നെ സിമെട്രിക് ഒബ്സഷൻ വിത്ത് ഓർഡറിങ് കമ്പൽഷൻ പറഞ്ഞില്ലേ. പിന്നെ ഹാം ഒബ്സഷൻ വിത്ത് ചെക്കിങ് കമ്പൽഷൻ. ഇത് മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ. അത് ഓരോന്നിനും ഓരോ രൂപത്തിൽ നമുക്ക് എല്ലാ പേഷ്യൻസിനകത്തും എല്ലാം നമുക്ക് കാണപ്പെടാൻ ഇല്ല. ഓക്കെ. അപ്പോ ഈ DSM-5 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ എന്താ പറയാ, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ ഫോർ ദി മെന്റൽ ഡിസോർഡേഴ്സ് 5th എഡിഷൻ. ഓക്കെ. അതിനകത്ത് ഈ സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഫോർ OCD എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പേഷ്യന്റിനകത്ത് ഒബ്സഷനും കമ്പൽഷനും ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ചില പേഷ്യൻസിനകത്ത് ഒബ്സഷൻ മാത്രമായിരിക്കും, ചില പേഷ്യന്റിനകത്ത് കമ്പൽഷൻ മാത്രമായിരിക്കും, ചില പേഷ്യന്റിനകത്ത് രണ്ടും കൂടെ ഉണ്ടാവാം. ഓക്കെ. അത് അതിന്റെ പോസിബിലിറ്റീസ് ആണ്. ഓക്കെ. അപ്പൊ രണ്ടും ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി ക്യാൻ റൈറ്റ് ദ ഡയഗ്നോസിസ് ഇൻ ദ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സ്. ഇപ്പൊ ഒബ്സഷൻ മാത്രമേ കാണുന്നുള്ളൂ, അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ പേഷ്യന്റിന് OCD ഇല്ല എന്നുള്ളത്. ഓക്കെ. ഒന്നെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടും, എങ്ങനെ വേണമെങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഈ ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ട് ഫീൽ ചെയ്യണം. അതായത് അവരുടെ സാമൂഹിക ജീവിതത്തിന്, അവരുടെ ദൈനംദിന ജീവിതത്തില്, അവരുടെ ജോലി സ്ഥലത്തൊക്കെ. കാരണം അവരൊരിക്കലും തൃപ്തി ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാണ്, അതിനകത്ത് അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. അപ്പൊ അവർ കീപ്പ് ഓൺ ഡൂയിങ്. അതായത് ഇപ്പൊ ഒരു വ്യക്തി അവര് ഡ്രസ്സ് മടക്കി വെക്കുകയാണ്, നല്ല അലമാരയിലൊക്കെ നല്ല വൃത്തിക്കായിട്ട് മടക്കി വെക്കും കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ആദ്യം ഒന്ന് മടക്കി വെക്കും, അത് സമാധാനം ഉണ്ടാവില്ല, അപ്പൊ വീണ്ടും മടക്കി വെക്കും. അങ്ങനെ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും 24 മണിക്കൂറുള്ളത് അല്ലെ. അപ്പൊ ഇവർക്ക് ചിലപ്പം ഈ 24 മണിക്കൂർ മതിയാകാതെ വരും. ഓക്കെ. അങ്ങനത്തെ സിറ്റുവേഷനകത്ത് അങ്ങനെയും കൂടെ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ട് അവരെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു OCD എന്നുള്ള രൂപത്തിൽ കൺസിഡർ ചെയ്യാം. DSM-5 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മള് ഇപ്പൊ നമ്മുടെ ബ്രെയിൻ ഡിസോർഡേഴ്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെർവസ് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരിക്കലും അതിനകത്ത് അങ്ങനെ ഒരു പെത്തോളജിക്കൽ കണ്ടീഷൻ ആയിട്ടോ, അപ്പൊ MRI ചെയ്തു അല്ലെങ്കിൽ CT ചെയ്തു, അതിനകത്തൊക്കെ നോർമൽ സ്റ്റഡീസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ എപ്പോഴും ആങ്സൈറ്റി അസോസിയേറ്റഡ് ആയിട്ടിരിക്കും. അപ്പം ഒബ്സഷൻ വേണം, കമ്പൽഷൻ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മതി, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി പേഷ്യന്റിന് വേണം, ഒരു പെത്തോളജിക്കൽ ഡിസീസിനെ അസോസിയേറ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ ഇതുവരെ ജീവിതത്തെ ബാധിക്കണം, അതായത് ജോലിനെ, അല്ലാന്നുണ്ടെങ്കിൽ സാമൂഹിക ജീവിതത്തിനെ, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിനൊക്കെ ബാധിക്കാം. ഇങ്ങനത്തെ ഒരു സെനാറിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്ത് OCD ആണെന്നുള്ളത്. പിന്നെ ഈ OCD വരാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസിനകത്ത് OCD എപ്പോഴും, അല്ലെങ്കിൽ OCPD ആണെങ്കിലും ഏകദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാം. ഓക്കെ. നമ്മള് എന്ത് കാര്യം ചെയ്താലും നമ്മൾ ചെറുപ്പം തൊട്ടിട്ട്, അല്ലെങ്കിൽ വലിപ്പത്തിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു OCPDയിലേക്കോ അല്ലെങ്കിൽ OCDയിലേക്കോ വരാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ പെർഫെക്ഷനിസം. എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്കത് പെർഫെക്റ്റ് ആയി ചെയ്യണം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ കമ്പാരിസൺ. ഈ 3 സാധനമാണ് നമ്മൾ എപ്പോഴും പേഷ്യന്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. ഓക്കെ. പിന്നെ പക്ഷേ നമുക്ക് ഇത് ഇല്ലാതെയും വരാം. ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഇന്ന കോസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ശരിക്കും ഒരു നോൺ കോസ് ഓഫ് OCD എന്നാണ് കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്. ഓക്കെ.
ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറ്റിക് കോസ് ആയിട്ടും വരാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കോസ് ആയിട്ടും വരാം, പരിസ്ഥിതി കോസ് ആയിട്ടും വരാം. അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും വരാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഈ ഒരു OCD നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് എന്ത് OCPD എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ OCD OCPD നമ്മൾ എന്തിനു മനസ്സിലാക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വരുന്ന പേഷ്യൻസ് ചിലപ്പം OCD ഉള്ളവരായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ OCPD ഉള്ളവരായിരിക്കും. ഓക്കെ, അപ്പം OCD എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു അതിനകത്ത് എന്താണ്, അതൊരു ആങ്സൈറ്റി ഡിസോർഡർ ആണ്, ഒരു ഉത്കണ്ഠയാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഇതേപോലെ ക്ലൻലിനെസ്, അതേപോലെ തന്നെ OCD ഓഫ് തോട്ട്സ്, OCD ഓഫ് ക്ലീനിങ്, OCD ഓഫ് ചെക്കിങ്, ഈ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു കമ്പൽഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ അവിടെ ഒരു ഒബ്സഷൻ ഉണ്ടാകും. ഓക്കെ, ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ ആർ അൺവാണ്ടഡ് ആൻഡ് ഈഗോ ഡിസ്റ്റോണിക് എന്ന് പറയുന്നത്. അതായത് ഒരു ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള ഒബ്സഷൻസ് ആണ് അവിടെ വരുന്നത്. പക്ഷേ ഇതിന്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ലാസ്റ്റ് പോയിന്റ് ആണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, OCD പേഷ്യൻസ് നമ്മളെടുത്തേക്ക് ഓൾറെഡി അവർ തന്നെ ഡിസൈഡ് ചെയ്യും, എനിക്കൊരു OCD ഉണ്ട്, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, എനിക്കൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. typically seek treatment due to awareness of the problematic nature of the obsession and compulsion എന്ന് പറയുന്നത്. അതായത് അവർക്ക് തന്നെ മനസ്സിലാകും എനിക്ക് ഈ അസുഖം ഉണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർ അവരോട് പറയുമ്പോൾ തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യും ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം എനിക്കുണ്ട് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അവര് തന്നെ ട്രീറ്റ്മെന്റിന് ഓക്കെ ആവുന്നുള്ളതാണ് OCDന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഈ OCPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ബിഹേവിയറൽ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, OCDന്റെ സെയിം ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും, സെയിം പ്രസന്റേഷൻസ് ആയിരിക്കും, സെയിം കോഴ്സ് ആയിരിക്കും. മോർ ആങ്സൈറ്റി എവിടെയുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ OCDയിലാണ് ഉണ്ടാവുക. കൂടുതൽ ആങ്സൈറ്റി ഉള്ളത് OCDയിലാണുള്ളത്. പക്ഷെ റിപ്പിറ്റേഷൻ, ഒബ്സഷൻ, കമ്പൽഷൻ ഇതൊക്കെ ഒരു പരിധി വരെ OCPDനകത്ത് ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടിപ്പിക്കലി ലാസ്റ്റ് പോയിന്റ് നോക്കാം, ടിപ്പിക്കലി only seek treatment in the face of a threatened loss എന്ന് പറയുന്നത്. അതായത് ഈ OCPD ഉള്ള പേഷ്യൻസ് ഒരിക്കലും അവർക്ക് അസുഖം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് അവരൊരിക്കലും ഡയഗ്നോസ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരൊരിക്കലും സമ്മതിച്ചും തരൂല. ഓക്കെ, ഇപ്പം ഈ OCPD ഉള്ള പേഷ്യൻസ് അവരുടെ ലൈഫിൽ ഒരു കച്ചറ ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടെയുള്ള പാർട്ട്ണറിന് ഈ OCPD സ്വഭാവങ്ങള് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത്, ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊരു പ്രോബ്ലം ആയിട്ട് മാറും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സീക്കിങ്ങിന് വരുള്ളൂ. അപ്പം OCPD പേഷ്യൻസിനും OCD പേഷ്യൻസും നമ്മളടുത്ത് വരും. നമുക്കത് ഈ ഒരു ചെറിയൊരു മാർജിനൽ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് അവർക്ക് OCD ആണോ OCPD ആണോ എന്നുള്ളത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. OCD നമുക്ക്, അതായത് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ട്രീറ്റബിൾ ആണ്. ഓക്കെ, കുറച്ചും കൂടി പെട്ടെന്ന് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ OCPD, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുമ്പം അതിന് കൂടെയുള്ള ആള് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റ്, ഇവർക്ക് എല്ലാവർക്കും നല്ല ക്ഷമ വേണം. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി വരണം ആദ്യം, എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് നമ്മൾ പ്ലാൻ ചെയ്യണം. കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഈ OCPD പേഷ്യൻസിനെ നമുക്ക് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനകത്ത് സിംറ്റമാറ്റിക്കലി ഏകദേശം ഇത് രണ്ടും ഒരേപോലെ ആയിരിക്കും പ്രസന്റേഷൻ വരുന്നത്. ഓക്കെ, ഇത്രയാണ് OCD ആൻഡ് OCPD എന്നുള്ളത്. അപ്പം നമ്മള് പക്ഷേ ഒരു സംശയം ഇതിൽ കൂടെ ക്ലിയർ ചെയ്ത് പോട്ടെ ഡോക്ടർ. ഓക്കെ, OCD പേഷ്യൻസ് ആണോ OCPD ആയിട്ട് മാറുന്നത്? OCPD പേഷ്യൻസ് ആണ് ഒരു പരിധിവരെ OCD പേഷ്യൻസ് ആയിട്ട് മാറാം. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. ഓക്കെ, പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, OCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അവർക്ക് പിന്നെ അതിന്റെ സിംറ്റംസ് പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ കൗമാരത്തിലും, അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ചും കൂടി ഒരു അഡോളസൻ എന്ന് പറയൂലേ, ആ ഒരു ടൈമിൽ തന്നെ പ്രസന്റ് ചെയ്യും OCD കുറച്ചും കൂടി നേരത്തെ പ്രസന്റ് ചെയ്യും.
OCPD കുറച്ച് ലേറ്റ് ആയിട്ടേ പ്രസന്റ് ചെയ്യുള്ളൂ. ഒരു അഡോളസെന്റ് ലേറ്റർ അഡോളസെന്റിനകത്ത് മാത്രമേ OCPD നമുക്ക് മനസ്സിലാവുള്ളൂ. മേ ബി അത് നേരത്തെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിന്റെ പ്രസന്റേഷൻസ് എപ്പോഴും ഉണ്ടാവുന്നത് OCPD ആണ്. പക്ഷെ ഇങ്ങനെ ഒരു കണക്ഷൻ, ഒരു സയന്റിഫിക് ബേസിസ് ഒന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പൊതുവെ നമ്മള് സൈക്കോളജി കേസൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പിന്നെ ബാക്കി മെന്റൽ ഇൽനെസ്സിനകത്ത് ആയിട്ട് എൻഡപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ എപ്പോഴും ഇതിനകത്ത് കുറച്ചും കൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇപ്പൊ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ അവരെ മാത്രം നമ്മൾ കൗൺസിലിംഗ് ചെയ്തിട്ട് പോരാ, അവരെ ചുറ്റുപാടുള്ളവരെയും കൂടി നമ്മൾ കൂടുതലായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം. OCD പേഷ്യൻസ് ആകുമ്പോൾ നമ്മൾ ആ പേഷ്യൻസിനെ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. ഈ ഒരു കാര്യത്തെ കൊണ്ട് നമുക്ക് ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം. പിന്നെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OCDയുടെ കേട്ടോ, OCDയുടെ ആണെങ്കിലും OCPDയുടെ ആണെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിനകത്ത് എപ്പോഴും വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, സൈക്കോ തെറാപ്പി എന്ന് പറയും. ഈ സൈക്കോ തെറാപ്പി സൈക്കോളജിസ്റ്റുകൾ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾക്ക് വേണമെങ്കിലും ആസ് എ ഹോമിയോപ്പതിക് ഡോക്ടർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നാണ് അതിൽ ഈ സൈക്കോ തെറാപ്പിയിൽ പറയുന്നത്. അതിനകത്ത് കുറെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് തെറാപ്പി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് തെറാപ്പി OCDക്ക് മാത്രമൊന്നുമല്ല, എല്ലാ ആൻസൈറ്റി ഡിസോർഡേഴ്സിനും നമുക്ക് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് തെറാപ്പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പം അതിലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു പട്ടീനെ പേടിയാണെന്ന് വിചാരിക്കൂ. ഓക്കെ, ആൻസൈറ്റി ഡിസോർഡേഴ്സിനും ഇത് കവർ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സാധനം പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്താണ് ആ പേടിയുള്ള സാധനത്തിനെ അവോയ്ഡ് ചെയ്യും അല്ലെ. നമ്മളെ ലൈഫിൽ നിന്ന് അതിനെങ്ങനെ ഒഴിവാക്കി ഒരു എസ്കേപ്പിസം പോലെ നമ്മൾക്ക് ഇതാക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ആൾ ഒരിക്കലും കോമ്പിറ്റ് ആവുന്നില്ല. അതായത് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് ആ ഒരു പേഷ്യന്റിന് കിട്ടൂല. ഓക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് തെറാപ്പി, ഇപ്പൊ ഒരു പട്ടീനെ പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടെ നടന്നിട്ട്, ഇപ്പം നമ്മുടെ തെറാപ്പിസ്റ്റ് ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരാണെങ്കിലും കൂടെ നടന്നിട്ട് പട്ടിയുടെ കൂടെ അവരും കൂടെ നടന്നിട്ട് ഈ പട്ടി ഒരു പ്രശ്നക്കാരനല്ല എന്നുള്ള ഒരു സാഹചര്യം അവരെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നതിനാണ് ഇത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് തെറാപ്പി എന്നാണ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ക്ലീൻ ചെയ്യുന്ന ഒരു പേഷ്യന്റ്, OCD ക്ലീനിങ് ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവര് പിന്നെ ഇപ്പൊ വാഷ് ബേസിന്റെ സൈഡ് ഇതൊക്കെ ആയിരിക്കും അവരെ പ്രോബ്ലം ഉണ്ടാവാം. അപ്പൊ നമ്മൾ അവരെ കൈ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരെ ഇത് എന്താ പറയുക, ഇപ്പൊ ഫേസിൽ കൈ തൊട്ടു, നമ്മുടെ ഒരു എക്സ്പോഷർ നമ്മൾ അവർക്ക് കൊടുക്കണം. എന്നിട്ട് പിന്നെ അവർക്ക് അസുഖമൊന്നും വന്നിട്ടില്ലല്ലോ, അത് ചിലപ്പം ചില പേഷ്യൻസ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യൂല. അപ്പൊ നമ്മൾ ആ പേഷ്യൻസിനെ നല്ലോണം എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് തെറാപ്പി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ, നമ്മളെ ഫാമിലിനെ ആണെങ്കിലും ആ പേഷ്യന്റിനെ ആണെങ്കിലും കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഇതാണെന്ന് പറഞ്ഞിട്ട്, അപ്പം ആ ഒരു ആൻസൈറ്റീനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്താ പറയാ ടോളറൻസ് നമ്മൾ അവർക്ക് കൂട്ടിക്കൊടുക്കണം. അതായത് ഈ ഒരു എക്സ്പോഷർ കൊടുക്കുക തന്നെ. ഇപ്പൊ പട്ടീനെ പേടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിയുടെ കൂടെ നടക്കുക, ആ ഒരു രൂപത്തിൽ. പക്ഷെ അവർ ഒരിക്കലും ഒറ്റക്ക് വിടരുത്. ഓക്കെ, ഇപ്പൊ അവർക്കൊരു പാലം കടക്കാൻ പേടിയാണ് അല്ലെങ്കിൽ അപ്പൊ ഇനി ഒറ്റക്ക് പൊയ്ക്കോ എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ കൂടെ, ഇപ്പൊ ചെറിയ കുട്ടികളെ നമ്മൾ എങ്ങനെ നടത്തം പഠിപ്പിക്കുക, അവർ കൂടെ നമ്മൾ നടക്കും, എന്നിട്ട് അവര് കോൺഫിഡന്റ് ആയിട്ട് വരും അല്ലെ. അതേപോലെ ഒരു തെറാപ്പിയാണ് എന്ത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് തെറാപ്പി എന്നുള്ളത്. അത് നമുക്കും ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തെറാപ്പിസ്റ്റിലേക്ക് നമുക്ക് റെഫർ ചെയ്തിട്ട് അവർക്ക് കുറച്ചും കൂടി കൂടുതൽ വൃത്തിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതിലാണ് ഒരു ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്ന് പറയും. അതായത് ഈ പ്രശ്നങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഒബ്സഷൻ ആൻഡ് കമ്പൽഷന്റെ ഇന്റൻസിറ്റി കുറക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് അവരോട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറയാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും ആ ഒരു വൈറസിനെ അവർ കാണുന്നുണ്ടോ ഇല്ലല്ലോ, അല്ലെങ്കിൽ ആ ബാക്ടീരിയനെ അവർ കാണുന്നുണ്ടോ, അപ്പം ഇപ്പൊ എല്ലാ ആളുകൾക്കും അവിടെ തൊട്ടാൽ അസുഖം വരും, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസിലൂടെ അതായത് പ്രസന്റിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്നിട്ട് ആ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ട് അവരെ മനസ്സിനെ കുറച്ചും കൂടി ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഒരു ഇതിന്റെ ഒരു ജനറൽ മാനേജ്മെന്റ്, അതായത് ഒരു അഡ്ജുവൻ തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ആ പേഷ്യന്റിന്റെ മനസ്സിനെ നമ്മൾ എംപവർ ചെയ്യുക, എംപവർ ദ പേഷ്യന്റ് നമ്മൾ ഒരിക്കലും നമ്മൾ പറയുന്നുണ്ട്. അപ്പം പിന്നെ
അതിന്റെ കൂടെ തന്നെ നമുക്ക് ഹോമിയോപ്പത്തിക് മാനേജ്മെന്റിനകത്ത് പോവാം. ഹോമിയോപ്പത്തിക് മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താണ് ഇതിനകത്ത് നമുക്ക് എപ്പോഴും പേഷ്യൻസിനെ നമുക്ക് കിട്ടും. ഓക്കെ, OCD ആണെങ്കിലും OCPD ആണെങ്കിലും. അപ്പോ എനിക്കിപ്പോ റീസെന്റ് നമുക്ക് ഇവിടെ ഒരു പേഷ്യന്റ് വന്നിരുന്നു. ആ പേഷ്യന്റിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക്, ഈ പേഷ്യന്റ് ഒരു ഡിസൈനറാ. ഓക്കെ, അപ്പം എന്തെങ്കിലും പോർട്ട്ഫോളിയോസ് അല്ലെങ്കിൽ ഈ വെബ് ഡിസൈനേഴ്സാ. അപ്പൊ ഈ വെബ് ഡിസൈനിങ് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും അവന് തോന്നും ഇത് ഓക്കെ അല്ല എന്നുള്ളത്. എന്നിട്ട് എഗെയിൻ അവൻ വീണ്ടും അത് ചെയ്യും, പിന്നെ അതിനിരിക്കും. അങ്ങനെ ഒരു ഒരു ദിവസം 1 മണിക്കൂർ ചെയ്യേണ്ട ഒരു സാധനമാണ് അവന് 2-3 ആഴ്ചയായിട്ട് അവൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് അവനെന്താണ് അവന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അവന് ടെൻഷൻ ആണ്, അവന് ആങ്സൈറ്റി ആയി, അവൻ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനകത്തായിട്ട് നമ്മുടെ അടുത്തേക്ക് അവൻ വരുന്നത് ശരിക്കും ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, എന്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ കേസെടുത്ത് നമ്മൾ പോയ സമയത്താണ് ശരിക്കും ഈ ആങ്സൈറ്റി ഡിപ്രഷൻ അവൻ ഉണ്ടാവാനുള്ള റീസൺ അവന് ജോലി ആയിട്ടില്ല. അവന് ജോലി ആവാത്തത് അവന്റെ ഒരു പ്രോബ്ലമാണ്. പക്ഷെ അതിന്റെ ബാക്കിലേക്ക് പോയപ്പോഴാണ് അതിന്റെ കാരണം മനസ്സിലാവുന്നത്. അവന് അവന്റെ ഇപ്പൊ CV തയ്യാറാക്കാന്ന് പറയില്ല, അതുപോലെ തന്നെ അവന്റെ ഒരു CV തയ്യാറാക്കണം, അല്ലെങ്കിൽ അവന്റെ ഒരു എക്സ്പീരിയൻസ് അവന് വേണം. അപ്പൊ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് ആ ഒരൊറ്റ സെയിം സാധനം തന്നെ അവൻ അവിടെ നന്നാക്കി, ഇവിടെ നന്നാക്കി, അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സമാധാനക്കേട്. ഓക്കെ, ഒരു ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ ടു ഡു ദ സെയിം വർക്ക്. അങ്ങനെ അത് അവന്റെ ജോബിനെ എഫക്ട് ചെയ്തു, അവന്റെ പേഴ്സണൽ ലൈഫിനെ എഫക്ട് ചെയ്തു. അങ്ങനെയാണ് അതിനകത്ത് വന്നത്. പിന്നെ കൂടുതലായിട്ട് ഫ്യൂച്ചർ ചിന്തകള്, പാസ്റ്റ് ചിന്തകൾ ഫസ്റ്റ് നമ്മളടുത്ത് വരുന്ന സമയത്ത് അവന് ഭയങ്കരമായിട്ട് എന്താ പറയാ, പാസ്റ്റില് ഒരു എന്താ പറയാ, നമ്മൾ മുങ്ങി നിൽക്കുക എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു രൂപത്തിലായിരുന്നു അവന്റെ പിന്നെ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നത്. അതായത് ഇത്രയും അവനിപ്പോ 2 ആഴ്ച ഒരേ സെയിം ജോലിയിൽ തന്നെ നിന്നു. അതെ, അവന്റെ പിന്നെ CV അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. പക്ഷെ അത് ശരിക്കും അവന് തന്നെ അറിയാം ഒരാഴ്ച കൊണ്ട് നടക്കുന്ന കാര്യമായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നടക്കുന്നത്. പിന്നെ അവൻ അതിനകത്ത് ഞാനിപ്പോ ഇത്രയും ടൈം കളഞ്ഞില്ലേ. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവൻ അതിന് വർക്ക് ചെയ്തോ ചോദിച്ചാൽ വർക്ക് ചെയ്തില്ല. അവനൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കിട്ടിയോ ചോദിച്ചിട്ടുണ്ട്, കാര്യം കിട്ടിയില്ല. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ആക്ച്വലി കൊടുത്തത് സ്പോഞ്ചിയ ആയിരുന്നു. ഓക്കെ, അപ്പം ഈ സ്പോഞ്ചിയ കൊടുക്കാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർമെന്റഡ് ബൈ ദ പാസ്റ്റ് ഡിസഗ്രീബിൾ ഒക്കറൻസ് ഡ്വെൽസ് ഓൺ ദ ഫ്രൈറ്റ്ഫുൾ സീൻസ് ഓഫ് സമ്മൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഈ ഒരു പിന്നെ സിംറ്റം വെച്ചിട്ടാണ് നമ്മൾ സ്പോഞ്ചിയ കൊടുത്തത്. പേഷ്യന്റിന്റെ ഒരു ബിഗ് പ്രോബ്ലം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹോണ്ടിങ് ഇൻ പാസ്റ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചൈൽഡ്ഹുഡിനകത്ത് ഒരു ഫിസിക്കൽ അബ്യൂസ് ആ ചെക്കന് വന്നിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്പോഞ്ചിയ 200 ആണ് കൊടുത്തിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇത് വന്ന സമയത്ത് സെക്കൻഡ് വിസിറ്റിൽ വന്നപ്പോ അവൻ പറഞ്ഞു അവന്റെ തോട്ട്സ് വളരെയധികം കുറഞ്ഞ്, പക്ഷേ പാസ്റ്റിന്റെ തോട്ട്സ് കുറവാണ്, ഫ്യൂച്ചറിന്റെ തോട്ട്സ് ആണുള്ളത്. അവൻ കുറച്ചും കൂടി ഒരു ലിറ്റിൽ ബിറ്റ്, അതായത് ഒരു സാധനം 10 പ്രാവശ്യം ചെയ്യുന്നതിനകത്തുനിന്ന് ഒരു 5 പ്രാവശ്യം കുറഞ്ഞു എന്നുള്ള രൂപത്തിൽ. ഇങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേഷ്യന്റിന് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. ഈ ഒരു ഹോമിയോപ്പത്തിക് മാനേജ്മെന്റിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ബെനിഫിഷ്യൽ ആയത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഇതിനകത്ത് ഈ പേഷ്യന്റിന് എന്ത് പ്രോബ്ലംസ് ആണ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കുക. അതനുസരിച്ചിട്ട് നമ്മൾ റൂബ്രിക്സ് കൺവേർട്ട് ചെയ്ത് മെഡിസിൻ എടുത്തിട്ട് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ചിലൂടെ ഒരു വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല ഒരു പിന്നെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കുറെ മെഡിസിൻസ് ഉണ്ടല്ലോ നമ്മുടെ മെറ്റീരിയൽ മെഡിക്കനകത്ത്, നാട്രമൂർ, സെഫിലിനം, ആഴ്സാൽബ്, അർജന്റനൈട്രിക്കം, നെക്സ്ഫോമിക്ക, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇഗ്നീഷ്യ കൊടുക്കാം, കാർസിനോസിൻ കൊടുക്കാം, പരസാറ്റില കൊടുക്കാം, ലൈക്കോപോഡിയം കൊടുക്കാം, തൂജു കൊടുക്കാം. പക്ഷെ ഇതിനകത്തൊക്കെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വേണ്ടത് OCD. ഇപ്പൊ നമ്മൾ സെഫിലിനത്തിന്റെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലേ, വാഷിംഗ് ദ ഹാൻഡ്സ് കണ്ടിന്യൂസ്ലി എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു സിംറ്റം അല്ല ശരിക്കും എടുക്കേണ്ടത്. ശരിക്കും ആ പേഷ്യന്റിന് എവിടെയാണ് പേടി കിടക്കുന്നത്, അതിന്റെ ഇന്നർ സെൽഫില്, ഇന്നർ പേഷ്യന്റിനകത്ത് ഈ പേഷ്യന്റ് കൈ കഴുകാനുള്ള പേടി, ചിലപ്പം മരിച്ചു പോകുന്നുള്ള പേടിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം
ഒരു ഇൻക്യൂറബിൾ ഡിസീസ് വരുമോ എന്നുള്ള ഒരു പേടിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കണ്ടാമിനേഷൻ, വേറൊരാളടുത്ത് നിന്ന് നമുക്ക് അസുഖം കിട്ടുമോ എന്നുള്ള പേടിയായിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിൽ മേ ബി അത് ചെറുപ്പത്തില് അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും സ്റ്റോറീസിലെ പേടികളായിരിക്കാം. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ കേസിനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോ ഇത്രയേ ഉള്ളൂ, നമുക്കിനി ഡിസ്കഷൻ നടത്താം. ഓക്കെ ഡോക്ടറെ, വളരെ ഞാൻ ഇടയ്ക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ ബാറ്ററി കുറച്ച് കുറവ് പോലെ തോന്നി, ഇങ്ങനെ എടുക്കാൻ പോയി. അങ്ങനെ എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. OCPD വളരെ നല്ല രീതിയിലാണ് ഡോക്ടർ വ്യക്തമാക്കിയത്. എന്തായാലും അത്യാവശ്യം ഇത് രണ്ടിലും ഉള്ള ഒരു നല്ല ഒരു ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടറെ, ഒരു നല്ല കയ്യടി. താങ്ക് യു മാം. ഡോക്ടർ MD ആയാല് ഈ എന്തായിരുന്നു ഇത് കൂടുതൽ ഇതിലായിരുന്നു സ്പെഷ്യൽ? അല്ല, എന്റെ MD ഞാൻ ചെയ്തത് പ്രാക്ടീസ് ഓഫ് മെഡിസിനിലാണ്. ഞാൻ ശരിക്കും എന്റെ തീസിസ് വരുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്. ഓക്കെ, ഞാൻ ശരിക്കും കൂടുതലായിട്ട് നോക്കുന്ന ഒരു കേസ്, ഒരു ഭാഗം എന്റെ MDയുടെ ടൈമില് ക്രിയാറ്റിൻ കൂടുതലുള്ള പേഷ്യൻസ്, റീനൽ ഫെയിലിയർ, അതെന്റെ ഒരു പാഷനാണ്. നമ്മൾ എത്ര പേഷ്യൻസിനെ നമ്മൾ ഡയാലിസിസ് ഒക്കെ കൊണ്ടുപോകാതെ നോക്കണം. പക്ഷെ ഇത് എപ്പോഴോ ഞാൻ ഇതിന്റെ ഇടയിൽ എനിക്ക് കുറെ പേഷ്യൻസ് വന്ന് ഞാൻ ഇതിനകത്ത് പെട്ടുപോയ ഒരാളാണ് ശരിക്കും. ഇത് വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഡോക്ടർ. അത് പേഷ്യൻസ് വന്നപ്പോ ഞാൻ പഠിച്ചു തുടങ്ങിയ ഒരു സാധനമാണ് അത്. ഇതിനകത്ത് നമുക്ക് ഇവിടെ വേറൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ സൈക്കോളജിസ്റ്റിനെ ഞാൻ ആക്സിഡന്റലി പരിചയപ്പെട്ടു. അങ്ങനെ പുള്ളി അങ്ങക്ക് കുറച്ച് കേസ് റെഫർ ചെയ്ത്, പിന്നെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡിഗ്രി ഒന്നും ഞാൻ എടുത്തില്ല. പക്ഷെ ഇതിനകത്ത് എൻഡഡ് അപ്പ് എന്ന് പറയൂലേ നമ്മള്, അതാണ് ശരിക്കും സംഭവിച്ചത്. ഓക്കെ, കാരണം ഞാൻ BSc സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ മറന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ല ക്ലിയർ ആയിട്ട് ഡോക്ടർ ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പഠിച്ച പോലെ തന്നെ ഞാൻ വിചാരിച്ചു BSc MSc വല്ലതും സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല. ഓക്കെ, വായിച്ചിട്ടുള്ള അറിവാണ്, വളരെ നന്നായി. എന്തായാലും പിന്നെ പ്രാക്ടിക്കൽ പേഷ്യൻസിൽ ഇപ്പൊ നമുക്ക് കുറെ പേഷ്യൻസ് ഇതിനകത്ത് ഇവര് ത്രൂ വരുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണെങ്കിലും മെന്റൽ ഡിസീസസ് ആണെങ്കിലും അങ്ങനെ. അപ്പോ അവര് ഓൾറെഡി ഒരു മെന്റർഷിപ്പിൽ കാര്യങ്ങൾ ചെയ്യും. അതിന്റെ കൂടെ ഹോമിയോപ്പതിക് മാനേജ്മെന്റ് നമ്മൾ കൊടുക്കും. നല്ല ഒത്തിരി മാറ്റമാണ് നമുക്ക് കിട്ടിയത് പേഷ്യൻസിന്റെ അടുത്ത് നിന്ന്. ഓക്കെ, അപ്പൊ ഡോക്ടർ ഹോമിയോപ്പതിക് മാനേജ്മെന്റിലൂടെ പറയാമായിരുന്നു. കാരണം ഈ ഇപ്പൊ ഞാൻ ഒരു കേസ് പറഞ്ഞിട്ടേ, ഇപ്പൊ സ്പോഞ്ചിയ കൊടുത്തേ. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് പേഷ്യന്റിന് ഒത്തിരി ടൈം, മേ ബി ഒരു ഹാഫ് ആൻ അവർ 1 hour ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേസ് എടുക്കുന്നത്. ഈ കേസ് എടുക്കുന്നതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇവർ ചൈൽഡ്ഹുഡ് ട്രോമയാണ്. ചെറുപ്പത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചു, ഇവർക്കൊരു പേടി കുടുങ്ങിയിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ബുള്ളിയിങ്, അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ, കൂടുതലായിട്ട് പാസ്റ്റിലാണോ അവരുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുറെ നെറ്റിനകത്ത് കുറെ ആങ്സൈറ്റി മാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യനെയർ കിട്ടും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും പേഷ്യൻസിനെ വന്നിട്ട് നമുക്ക് അവരോട് അത് ഫിൽ ചെയ്യാൻ പറയാം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനെയർ അവർ ഫിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിന് ആങ്സൈറ്റി ഉണ്ട് അല്ലെങ്കിൽ OCD ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അത് അങ്ങനെ തന്നെ നെറ്റിൽ അടിച്ചു കൊടുത്താൽ മതി, OCD ക്വസ്റ്റ്യനെയർ, ആങ്സൈറ്റി ക്വസ്റ്റ്യനെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് ഓൺലൈനായിട്ട് വരും. ഓക്കെ ഡോക്ടറെ, ഇനി ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശാന്താചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ശാന്താചന്ദ്രൻ മാഡം അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, സംസാരിച്ചോളൂ. സംസാരിക്കട്ടെ, കേൾക്കാവോ? കേൾക്കാം. ഗുഡ് ഈവനിങ് ഡോക്ടറെ. ഞാൻ കുറച്ച് വെച്ചിട്ടാ കേട്ടത്.
കുറച്ച് ലേറ്റായി ഞാൻ കയറി, പക്ഷെ കേട്ടത്രയും ഞാൻ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ എല്ലാം ഈ പോസ്റ്റ്പോണ്ടിങ് നേച്ചർ ആയിട്ടുള്ള പിള്ളേരല്ലേ, ഒരു 18 19 വയസ്സിനുള്ളിലുള്ള എവറിഥിങ് പോസ്റ്റ്പോൺ. കോളേജിൽ പോകുന്ന ഇന്ന് പോകുന്നില്ല, നാളെ പോകുന്നില്ല, പിന്നെ എവറിഥിങ് പോസ്റ്റ്പോണ്ടിങ്. നാളെ 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 അതെ. അപ്പൊ കുളിക്കുന്നില്ലേ? അത് പിന്നെ കുളിക്കാം, നാളെ കുളിക്കാം, ഇന്ന് കുളിക്കാം, വൈകുന്നേരമായി, ഇനിയിപ്പൊ ഇന്ന് ഇത്ര നേരം, ഇനി വൈകുന്നേരം ആവും, നാളെ കുളിക്കും. അപ്പൊ അങ്ങനെ പറയുന്ന കേസ് എങ്ങനെ എങ്ങനെയാണ് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? ഈ ഒരു മിനിറ്റ് ഈ ഒരു കാര്യം ഈ ഒരു സൈക്കോളജി കേസിനകത്ത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ അപ്പോഴത്തെ ഒരു 2 കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് പ്രോക്കാസ്റ്റിനേഷൻ, പിന്നീടത്തേക്ക് അവർ മാറ്റിവെക്കുക. രണ്ടാമത്തേത് അവരെ എസ്കേപ്പിസം, അതായത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് പറയും ചിലപ്പോ അന്ന് അവർക്കൊരു ടാസ്ക് ഉണ്ടാവും കോളേജില്, അല്ലെങ്കിൽ ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യും, അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൈൻഡ് എസ്കേപ്പിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റൂബ്രിക് എടുക്കാവുന്ന കാര്യമാണത്. ഓക്കെ, പിന്നെ ഇതിന് നമ്മൾ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മിക്ക ആളുകളും ഇങ്ങനെ വരുന്ന ആളുകൾക്ക് അവർക്കൊരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ടാകില്ല. ഒരു ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. നമ്മൾ ആ ഒരു ഗോളിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നാണ്. അതേപോലെ തന്നെ ചിലപ്പം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവർ ഒരൊറ്റയടിക്ക്, ഇപ്പം ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 4 ചാപ്റ്ററിനെ കുറിച്ച് അവരൊറ്റ സ്ട്രെച്ചിൽ അവർ ആലോചിക്കും. അപ്പൊ നമുക്ക് അവരോട് പറയേണ്ട ഒരു ടെക്നിക്കാണ് അതിന് സ്പ്ലിറ്റ് ചെയ്ത് അവര് അപ്പൊ ഈ ഒരു എസ്കേപ്പിസം എന്ന് പറയുന്നത് സാധാരണ അതൊരു എന്താ പറയാ, ഒരു ടെമ്പററി കോപ്പിങ് പോലെയാണ്. ലൈക്ക് നമ്മളെ അത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചുറ്റുപാടിന്നും അവരെ ഫാമിലിയിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ആ കുട്ടിയുടെ ഉമ്മക്ക് പേടിയാ, പോയി കിടക്കുന്ന ഉറങ്ങെന്ന് പറയാനായിട്ട് പേടിയാ. അപ്പൊ ഉറങ്ങൂല്ല, ഉറങ്ങാതെ ഇരുന്നിട്ട് മൊബൈലിൽ നോക്കിയിട്ടിരിക്കും. ഉറങ്ങാൻ പറയാൻ ഉമ്മക്ക് പേടിയാ, അവനെന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ള പേടി. അപ്പൊ അധികം ഒന്നും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാൻ പറ്റൂല, ഉറങ്ങൂല്ല, എല്ലാം പോസ്റ്റ്പോണ്ടിങ് ആണ്. അതാണ് അതിന്റെ നമ്മളിപ്പോ ഒരു കേസ് എടുക്കാന്ന് വെച്ചാൽ നേരിട്ട് വരില്ല. മാഡം, ഉറക്കവും പോസ്റ്റ്പോണ്ടിങ് ആണോ? ഉറക്കവും പോസ്റ്റ്പോണ്ടിങ് ആണ്. കറക്റ്റ് ഉറക്കം കുറയുമ്പോ തന്നെ എല്ലാം പ്രശ്നങ്ങളാവൂലേ? അതെ, ഇതിപ്പോ ഉമ്മക്ക് ആ മോന്റെ അടുക്ക നമ്മളുടെ അടുത്ത് ഇപ്പൊ സിംറ്റംസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പറയുന്നത് അവന്റെ അടുത്ത് ഒന്നും ചോദിക്കല്ലേ. അപ്പൊ ഞാന് ഇപ്പൊ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, അവന്റെ തലമുടി ഒരുപാട് പോകുന്നുണ്ട്, അപ്പൊ തലമുടി പോകുന്നതിനുള്ള മരുന്നാന്ന് പറഞ്ഞിട്ട് തരൂ, ഞാൻ എങ്ങനെയെങ്കിലും കൊടുക്കട്ടെ, എന്നിട്ട് അവനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ശരിയാകും എന്നുള്ളതാണ് ഉമ്മ പറയുന്നത്. ഉമ്മക്ക് ഇത് അവന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് പറയാൻ പേടി, അവനും നമ്മുടെ അടുത്ത് ഫേസ് നോക്കി സംസാരിക്കുന്നില്ല. ഉമ്മക്കാണ് അപ്പൊ കൂടുതൽ ടെൻഷൻ ഉള്ളത്. അതെ, ഉമ്മയ്ക്കും ടെൻഷനാണ്. എന്നാ അവര് ഒരുമിച്ച് വണ്ടി എടുത്ത് അവൻ കാർ ഓടിച്ച് ഡ്രൈവ് ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടെ വണ്ടിയിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നതും നമ്മൾ കാണിച്ചു തന്നു. അത് ഉറങ്ങുന്നില്ല. ഞാനും നേരിട്ട് വരാതെ എങ്ങനെ മരുന്ന് തരുമെന്നുള്ളത് വിചാരിച്ചിട്ട്, മരുന്ന് കൊടുക്കുന്നു വിചാരിച്ചിട്ട്. അപ്പൊ എൻ്റെ അടുക്ക പറഞ്ഞ് മുടി പോകുന്നുണ്ട്, അതിനുള്ള മരുന്നായിട്ട് തന്നാൽ അത് എനിക്ക് ഉപകാരം, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും പേഷ്യൻസിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും. എസ്കേപ്പിസം ആണോ അതിന്റെ റൂബ്രിക് എടുക്കണ്ടേ? മൈൻഡ് എസ്കേപ്പിസം എടുക്കാം. കുട്ടി മിക്കവാറും കുട്ടി അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. മൈൻഡ് എസ്കേപ്പിസം എടുത്താൽ റെഡിയാവും, ശരിയാവും. താങ്ക് യു ഡോക്ടറെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ഇത്ര നല്ല ഒരു സന്തോഷം, ഇത്ര സ്മാർട്ടായിട്ടുള്ള മക്കളൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നന്ദി. ശരിക്കും ഈ ഒരു ടോപ്പിക്കിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് അരവിന്ദാക്ഷൻ സാറായിരുന്നു. സാറുണ്ടോ? ഉണ്ടല്ലോ, ഇതിലുണ്ടായിരുന്നു. ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മോളെ. എല്ലാവർക്കും നമ്മുടെ അറിവുകൾ പങ്കിടാനും കൊടുക്കാനും മേടിക്കാനും ഉള്ളൊരു
നല്ല പ്ലാറ്റ്ഫോമാണ് ഇത് IFPH. ഉം, 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 ഉം. ശരി എന്നാ താങ്ക് യു. Okay, sir. താങ്ക് യു That's സോ it, മച്ച്. madam. നന്ദി, ഓക്കെ നന്ദി. ഓക്കെ. ഓക്കെ. ഇനി ഡോക്ടേഴ്സിന് ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ആരെങ്കിലും ഒക്കെ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണേ? ആരൊക്കെ ഉണ്ട്? അബ്ദുൽ സലാം സാറ് ഉണ്ടല്ലോ. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? സൂപ്പർ. ജയലളിത ഡോക്ടറെ മുമ്പോട്ട് വരൂ, ഹാൻഡ് റൈസ് ചെയ്ത്. ആ, ഒന്നല്ലോ. സാറാണോ പറയുന്നത്? ആ, സാറ് കഴിഞ്ഞിട്ട് ജയലളിത ഡോക്ടറോട്. അബ്ദുൽ സലാം സാർ പറഞ്ഞോളൂ. ആ, മൈക്ക്. ശരി 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 ശരി. ഓക്കെ. ഇനി അൺമ്യൂട്ട് ചെയ്താലോ സാറേ? ആ, ഓക്കെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. അതൊരു വെറൈറ്റി ക്ലാസ് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഞാനും നേരത്തെ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ക്ലാസ് നേരത്തെ പറഞ്ഞു ക്ലാസ് ഓരോന്നും നമുക്ക് നേരത്തെ തന്നെ എല്ലാം നമുക്ക് നശാദ് ഡോക്ടറുടെ ക്ലാസ് ബുക്ക് ചെയ്യണം. നശാദ് ഡോക്ടറിന് ഇംഗ്ലീഷും ഇതും എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ വളരെ നല്ല ക്ലാസ്. അപ്രിഷിയേറ്റ്. നന്ദി അബ്ദുൽ സലാം സാറേ. താങ്ക് യു സർ. നമ്മളോടൊപ്പം ഇത്രയും സമയം ഈ പ്ലാറ്റ്ഫോമിൽ തുടർന്നു, അഭിപ്രായം പറഞ്ഞു, സന്തോഷം. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ആ, ഓക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് കേട്ടായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു ഡോക്ടറെ റൂബ്രിക്കും കൂടി പറഞ്ഞു തരണം. എന്തായാലും ഇന്നും അതെല്ലാം പറഞ്ഞു. ഇത് കേട്ടിരുന്നപ്പോ ഉണ്ടല്ലോ അങ്ങോട്ട് ഒഴുകി ഒഴുകി അങ്ങോട്ട് പോവാണ്. അതുപോലത്തെ ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാം നല്ല ഫ്ലോയിൽ നല്ല ക്ലിയർ ആയിട്ട് സ്ഫുടമായിട്ട് നല്ല അസലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു ഡോക്ടറെ. ഇനിയിപ്പോ മെഡിസിനും കൂടി അതിൽ ആഡ് ചെയ്യുമ്പോണ്ടല്ലോ സംഭവം ഒരു എന്താ പറയണ്ട, ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഡോക്ടറെ, വീണ്ടും വരിക കേട്ടോ. താങ്ക് യു. നന്ദി ജയലളിത ഡോക്ടറെ. താങ്ക് യു സർ. എന്തായാലും നല്ല കമന്റ് പറഞ്ഞു ജയലളിത ഡോക്ടർ. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ? ഡോക്ടർ സുനിൽ എത്തിയിട്ടുണ്ട്. സുനിൽ ഡോക്ടറെ സംസാരിച്ചു. ഹലോ ഡോക്ടറെ, ഗുഡ് ഈവനിങ്. ക്ലാസ് വളരെ നന്നായിരുന്നു. പിന്നെ മാഡം സ്പോഞ്ചിയ പറഞ്ഞില്ലേ, സ്പോഞ്ചിയയുടെ റൂബ്രിക് എന്തായിരുന്നു? സ്പോഞ്ചിയനകത്ത് നമ്മൾ എടുത്തത് ഹോണ്ടഡ് ബൈ പാസ്റ്റ് എന്നുള്ള റൂബ്രിക്ക് വെച്ചിട്ടാണ് എടുത്തത്. ആ ഒരു മെഡിസിൻ എടുത്തത്. അത് ഏതാ റെപ്പർട്ടറി? ഏതാ കെൻഡാണോ അതോ? കെൻഡല്ല, മൈൻഡ് ഹോണ്ടഡ് ആണോ റൂബ്രിക്? മൈൻഡ് ഹോണ്ടഡ്. ഓക്കെ. സിംഗിൾ മെഡിസിൻ ആണോ സ്പോഞ്ചിയ? സ്പോഞ്ചിയ സിംഗിൾ മെഡിസിൻ ആണ് കൊടുത്തത്. മറ്റേ നെർറെപ്പട്രീന്റെ അബ്രവേഷൻ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അതെടുത്തത്. ഓക്കെ. പിന്നെ കൗൺസിലിംഗ് സാധാരണ ഇപ്പൊ പേഷ്യന്റ് ഇത് കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്? കൗൺസിലിംഗിൽ എന്തൊക്കെയാണ് പേഷ്യൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? അവരുടെ പേടി എങ്ങനെയാണ് മാറ്റി കൊടുക്കുക? നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അവർക്കുണ്ടായ പേടികൾ നമ്മളത് ചോദിക്കുമല്ലോ. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രോമ, മെന്റൽ ട്രോമ ആണെങ്കിൽ അപ്പം ആ ഒരു ട്രോമാനെ നമ്മള് പിന്നെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം അത് മിക്കവാറും ഈ പേഷ്യൻസ് വേറെ ഒരിടത്തും പറഞ്ഞ കാര്യങ്ങളാവൂല. മനസ്സിലായോ? ഇപ്പം OCD ഉള്ള പേഷ്യൻസിനകത്ത് മിക്കവാറും ഒരു കമ്പാരിസൺ ഹിസ്റ്ററി ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിന്നെ പെർഫെക്ഷൻ ഹിസ്റ്ററി ഉണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത ഒരു ഹിസ്റ്ററി ഉണ്ടാകും. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം, ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ അവരത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയുമ്പം ആ ഒരു എൻട്രി നമുക്ക് അവിടെ കിട്ടും. ആ പേഷ്യൻസ് നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അവര് ആക്സെപ്റ്റ് ചെയ്യും. ഡോക്ടർ വീഡിയോ ഓഫാണ്, ഓൺ ചെയ്താൽ നന്നായിരുന്നു. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതില്
ഒരു മെയിൻറ്റെയിനിങ് കോഴ്സ് പോലെ ഇപ്പൊ ചിലപ്പോ റിലേറ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫാമിലി ആ മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കും ഒരു ഉം, അപ്പൊ ഉം, അങ്ങനെയുള്ള കേസിൽ നമ്മൾ അവരാ മെയിൻറ്റെയിനിങ് കോഴ്സ് അവിടെ ഉണ്ട്. ആ അപ്പൊ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അതിന് പിന്നെ അതിനുള്ളൊരു നമുക്ക് പേഷ്യന്റിനെ എംപവർ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അത് കുറേ ടൈം എടുത്തിട്ട് മേ ബി നല്ല കുറേ പേഷ്യൻസ് വന്ന് നമുക്ക് ഫോളോ അപ്പ് സെക്ഷൻ വന്നിട്ട് നമ്മൾ ആ പേഷ്യന്റിന് നമ്മളില്ലെങ്കിൽ കൂടിയിട്ടും അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഒരു എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാസ്റ്റ് പ്രോസസ് ഉണ്ട്. അത് നടന്നാൽ മാത്രമേ അത് ഹാപ്പൻ ആവുള്ളൂ. പിന്നെ ഓക്കെ അലോപ്പതിനകത്ത് ഇതിനകത്ത് മെയിൻ ആയിട്ട് സെറാട്ടോണിൻ ഇൻഹിബിറ്റേഴ്സ് അവർ കൊടുക്കുന്നത് ഈ ഒരു ഓക്കെ OCD ഓക്കെ. പിന്നെ ഇതിൽ മെഡിസിൻ അല്ലാതെ ഹിപ്നോട്ടിസം പോലെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും യൂസ് ഞാൻ ഇതുവരെ ചെയ്യാറുണ്ടോ? ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ. അല്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ വളരെ നല്ല എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുനിൽ ഡോക്ടറെ, നമ്മൾ സമയം ഏകദേശം എന്താ പറഞ്ഞ മാഡം? സമയം ആയിട്ടുണ്ട്. നമ്മളെ സമയം സ്റ്റെപ്പ് ചെയ്യാനുള്ള സമയം. ഓക്കെ, അപ്പോ നമ്മുടെ സുനിൽ ഡോക്ടർ വെയിറ്റ് ചെയ്യണേ. നമ്മുടെ ഡോക്ടർ നാഷത്തിന് നന്ദി പറയുന്ന ഉത്തരവാദിത്വം കൂടി ഞാൻ ഡോക്ടർ സുനിലിന് നൽകും. സുനിൽ ഡോക്ടർ. ഓക്കെ. അപ്പോ ഞാൻ മാഡത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സും കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ക്ലാസ്സും. അതുകൊണ്ട് തന്നെ നേരത്തെ തയ്യാറായി ഇരിക്കുകയായിരുന്നു ക്ലാസ്സിന് വേണ്ടി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ ഫ്ലോ ഉള്ള ക്ലാസ് ആയിരുന്നു. ഒരു എന്താണ് എല്ലാവരെയും ബോറടിപ്പിക്കാതെ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അതുപോലെ സ്ലൈഡ് പ്രസന്റേഷനും ഒക്കെ നല്ല, അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വളരെ നന്നായിരുന്നു. പിന്നെ മാഡം അതിന്റെ ഇടയിൽ പറഞ്ഞു പിന്നെ റീനൽ കേസുകളൊക്കെയാണ് കൂടുതൽ നോക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സും കൂടി വെച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയ സമയം കിട്ടുകയാണെങ്കിൽ കാരണം അങ്ങനത്തെ ഇഷ്ടംപോലെ കേസ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ്സും കൂടി പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. എല്ലാവിധ നന്ദിയും നമ്മുടെ IFPHന്റെ ഓരോരുത്തരുടെയും പേരിൽ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നന്ദി ഡോക്ടർ സുനിൽ. ഡോക്ടർ വീഡിയോ വീണ്ടും ഓഫ് ആയിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഡോക്ടർ നാഷത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.